പാഠം 362 ധ്യാനം കൊണ്ടുള്ള നേട്ടങ്ങൾ. ചായ ചായ. രാവിലെ തുടങ്ങിയ വായനയാണല്ലോ. ഇതെന്ത് കിട്ടി? ഇന്ന് പരീക്ഷയാണോ? മോഹനേട്ടാ, ഇതെന്താ ഇത്ര വലിയ വായനാന്ന്? ജീവിതത്തിൽ ധ്യാനത്തിന്റെയും ഏകാഗ്രതയുടെയും ആവശ്യം എന്ന പുസ്തകമാണിത്. ഇത് വായിച്ചപ്പോഴാണ് ഭാമേ ദിവസവും ധ്യാനിക്കേണ്ട ആവശ്യകതയെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ഓഹോ, അത് ശരി. ഇനിയിപ്പോ ധ്യാനത്തിന്റെ പിന്നാലെയാണോ പോക്ക്? ഓരോ ദിവസം ഓരോ തോന്നല്. അങ്ങനെ പറയരുത് ഭാമേ. ദിവസവും 1 മണിക്കൂർ സമയം നമ്മൾ ധ്യാനിച്ചാൽ നമ്മുടെ മനസ്സിനുള്ളിലെ വിദ്വേഷം, ഭയം തുടങ്ങിയ ദുർബലമായ വികാരങ്ങൾ ഒഴിവായി നമ്മൾ നല്ല മനുഷ്യരാകുമെന്ന ഇതിൽ പറയുന്നത്. ഒരു ദിവസം എത്ര മണിക്കൂർ ധ്യാനിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരം, ദേഷ്യം, വാശി, എടുത്തുചാട്ടം, പിശുക്ക് മുതലായ സ്വഭാവങ്ങളൊക്കെ മാറിക്കിട്ടും? മോഹനേട്ടന് അത്യാവശ്യം അതാണ്. കണ്ടോ, ഞാൻ ഒരു വലിയ കാര്യത്തെ കുറിച്ച് പറയുമ്പോ എത്ര നിസ്സാരമായിട്ടാണ് നീ എന്നെ കളിയാക്കുന്നത്. ഭാമേ, ഒരുപാട് തിരക്കുള്ള ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ ദിവസവും ധ്യാനത്തിനായി സമയം കണ്ടെത്താറുണ്ട്. ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമായ വേറെ ഒന്നുമില്ലെന്ന് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിവസവും 1 മണിക്കൂർ ആക്കുന്ന എന്തിനാണ് മോഹനേട്ടാ? രാവിലെ മുതൽ വൈകിട്ട് വരെ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ധ്യാനിച്ചാൽ എന്റെ സർക്കാർ ജോലി ഉണ്ടാവില്ല. എന്തിനാ? ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർക്ക് പിന്നെ എന്തിനാണ് ജോലി? ആളുകൾ ജോലി ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനാണ്. ഈ പൈസ ഉണ്ടാക്കുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാനും. ധ്യാനിച്ച് ധ്യാനിച്ച് ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും തീരുന്നവർക്ക് പിന്നെ ജോലി ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്നാലോചിച്ച മോഹനേട്ടാ, ഈ ധ്യാനം തന്നെ ഒരു ജോലിയല്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും ഇന്നു മുതൽ ഞാൻ ധ്യാനം ശീലിക്കാൻ പോവുകയാണ്. രാവിലെ 7 മണി മുതൽ 8 മണി വരെ. 7 മണി മുതൽ 8 മണി വരെ മോഹനേട്ടൻ പത്രം വായിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്ന സമയമല്ലേ? അപ്പൊ അത് 8 മുതൽ 9 വരെ. അപ്പൊ ഷേവ് ചെയ്യൽ, കുളി, കാപ്പി കുടിക്കൽ, വസ്ത്രം മാറൽ തുടങ്ങിയവയ്ക്കൊക്കെ ഒരാവശ്യം ഉണ്ടാവുമ്പോ ഇന്നലെ വരെ ശീലിച്ച സമയങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഇന്നു മുതൽ 1 മണിക്കൂർ ധ്യാനത്തിലുള്ള സമയം ഉൾപ്പെടുത്തി ബാക്കി കാര്യങ്ങൾ അതനുസരിച്ചാവും. ഓക്കെ, ശരി. പത്രം വായിക്കാനുള്ള സമയം കുറയ്ക്കാം, ചായ പെട്ടെന്ന് കുടിക്കാം, ഷേവ് ചെയ്യാനും കുളിക്കാനും ഉടുപ്പ് മാറാനും കാപ്പി കുടിക്കാനുമുള്ള സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അക്കൂട്ടത്തിലേ എന്നോട് വഴക്കുണ്ടാക്കാൻ ഒരു ദിവസം ചെലവാക്കുന്ന സമയം കൂടി കുറച്ച് നന്നായിരുന്നു. ഗൗരവമായ ഒരു കാര്യം പറയുമ്പോ ഒരുമാതിരി പുളിച്ച തമാശകൾ പറയരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ 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 മോഹനേട്ടന് ദേഷ്യം വരുന്നത് കണ്ടോ? മോഹനേട്ടാ, മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ ധ്യാനമൊന്നും വേണ്ട. ദേഷ്യം കുറയ്ക്കുക, ഭാര്യയോട് മാന്യമായി പെരുമാറുക തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ ശീലിച്ചാൽ മതി. എനിക്ക് സൗകര്യമുള്ള പോലെ ചെയ്തോളാം. ഇന്ന് മുതൽ ധ്യാനിക്കാൻ പറ്റുമല്ലോ ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോ ധ്യാനത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. എന്റെ ഈശ്വരാ. ഹലോ, അതെ, ഉണ്ട്, കൊടുക്കാം. ആരാന്ന് പറയണം? ഓ ശരി, 1 മിനിറ്റ്. മോഹനേട്ടാ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇതെങ്ങോട്ട് പോയിരുന്നു ഇവിടെ ഓഫീസർ? മോഹനേട്ടാ, ഈശ്വര, അപ്പൊ പറഞ്ഞതുപോലെ പറ്റിച്ചല്ലോ വില്ലേ ഓഫീസർ? അപ്പൊ സംഗതി സീരിയസ് ആണ്. മോഹനേട്ടാ, എന്തത്? ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കണ്ടൂടെ? അതുകൊണ്ട് എന്താ? ധ്യാനിക്കുമ്പോൾ ഏകാഗ്രത വേണം.
അതിനിടയിൽ നീ വന്ന് മോഹനേട്ടനെ വിളിച്ചാലോ? പിന്നെ ഞാൻ എന്ത് വിളിക്കണായിരുന്നു? വില്ലേജ് ഓഫീസറെ എന്ന് വിളിക്കട്ടെ? ഭാമേ, കളി വേണ്ട. ഞാൻ ധ്യാനിക്കുമ്പോ ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. നീ എന്റെ പാടേക്ക് പോ. ഓക്കേ. അയ്യോ, വന്ന കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. മോഹനേട്ടാ, ഭാമേ, മോഹനേട്ടന് ഒരു ഫോൺ ഉണ്ട്, അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ധ്യാനത്തിലാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കൂ എന്ന് പറയൂ. ശരി, തഹസിൽദാരാണ്. തഹസിൽദാരാണെങ്കിൽ ഞാൻ ഫോൺ എടുത്തോളാം. മറന്നു. ഹലോ ഹലോ സാർ. ഹലോ. കട്ടായി. നോക്കി നിന്ന് മടുത്തിട്ട് കട്ട് ചെയ്താവും. വിളിച്ചത് തഹസിൽദാരാണെന്ന് നിനക്ക് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ശരിടാ, ധ്യാനിക്കുമ്പോ ഏകാഗ്രത നശിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചോണ്ടിരുന്നപ്പോ ഫോണിന് കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഹലോ. അതെ സാർ. ഓ ഉപ്പ് സാർ, ഞാനത് നോക്കി. പക്ഷേ ആധാരത്തിലെ സർവേ നമ്പരും കരവടച്ച രസീതിയിലെ സർവേ നമ്പരും രണ്ടും രണ്ടാണ്. നമ്മുടെ തെറ്റല്ലേ സാർ, ആധാരം എഴുതിയ പറ്റിയ തെറ്റാണ്. ശരി ശരി സാർ. ഭാമേ, ഞാൻ വീണ്ടും ധ്യാനിക്കാൻ പോവുകയാണ്. ഇനി 1 മണിക്കൂർ കഴിയാതെ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ആകാശം ഇടിഞ്ഞ് വീണാലും വിളിക്കരുത്. തഹസിൽദാർ വിളിച്ച വിളിക്കാമോ? തഹസിൽദാർ വിളിച്ചല്ലോ, ഇനി വിളിക്കില്ല. ഓ, കളക്ടർ വിളിച്ച? ഭാമേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ധ്യാനം എന്നാൽ കുട്ടികളിയല്ല. ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ് മനഃപൂർവ്വം എന്റെ ഏകാഗ്രതയെ നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ നീ വിവരമറിയും. ഓ, നോക്കണ്ട, ആ ഫോണും കൂടി എടുത്തു. ധ്യാനം തുടങ്ങിയില്ലല്ലോ. ഹലോ. അതെ, പറയൂ. ഞാൻ വീട്ടിലുണ്ട്. പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ശരി, 9:38 ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. വില്ലേജ് ഓഫീസിനടുത്ത് ചായക്കട നടത്തുന്ന രാമൻകുട്ടിയാണ്. ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട് വരാമെന്ന്. ഓ, അങ്ങനെയാണെങ്കിൽ ധ്യാനം കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞൂടായിരുന്നോ? ഇനി രാമൻകുട്ടി വരുമ്പോ ധ്യാനത്തിനിടയ്ക്ക് അത് വീട് ശല്യാവില്ലേ? പൈസ നിനക്ക് വാങ്ങി വെച്ചൂടെ? അപ്പോ വീണ്ടും വളരെ സീരിയസ് ആയിട്ട് തന്നെ ധ്യാനത്തിന് ഇറങ്ങുകയാണ്. എന്താ സംശയം? ഞാൻ ശല്യപ്പെടുത്താൻ പാടില്ല? പാടില്ല. ഓ, ഫോൺ വന്നാൽ തരണ്ട? വേണ്ട. വിളിക്കുന്നവരോട് ഞാൻ എന്ത് പറയണം? ധ്യാനത്തിലാണെന്നോ അതോ സ്ഥലത്തെ ഇല്ലെന്ന് പറയട്ടെ? അത് വിളിക്കുന്ന ആൾക്ക് അനുസരിച്ച് തീരുമാനിക്കണം. അപ്പൊ കാപ്പി കുടിക്കുന്നതോ? ധ്യാനം കഴിഞ്ഞിട്ട്. ഓ, ഇത് ഇന്നത്തേക്ക് മാത്രമാണോ അതോ ഇനി എല്ലാ ദിവസവും ഇങ്ങനെയാണോ? എല്ലാ ദിവസവും ഉണ്ടാവും. ശരി, അപ്പോ നടക്കട്ടെ. ഉത്തമൻ പിന്നീന്ന് വിളിച്ചല്ലോ. ഇനിയിപ്പോ ഉത്തമനെ കൂടെ കണ്ടിട്ട് ധ്യാനം തുടങ്ങാം. വേണ്ട, ഞാൻ ധ്യാനത്തിലാണെന്ന് ഉത്തമനോട് പറഞ്ഞാൽ മതി. നമസ്കാരം വക്കീലേ. സാറില്ലേ? അയ്യോ, സാറ് ഉഗ്ര ധ്യാനത്തിലാ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കണ്ണു തുറക്കുള്ളൂ. ധ്യാനത്തിലാ സാറാ? സാറ് ധ്യാനിച്ചൂടെ? വിദ്വേഷം, ഭയം തുടങ്ങിയ മോശപ്പെട്ട വികാരങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കി മനസ്സിനെ മൊത്തത്തിൽ ശുദ്ധീകരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് വില്ലേജ് ഓഫീസർ. ഈ ധ്യാനത്തിനിടയിൽ ഏകാഗ്രത നശിപ്പിക്കുന്ന യാതൊന്നും പാടില്ലാന്ന് കർശന വിലക്കുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കുകയോ മറ്റു ശബ്ദങ്ങളുണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല. പക്ഷേ വക്കീൽ കാര്യമായിട്ടാണ് പറയുന്നേ? പിന്നല്ലാതെ. രാവിലെ മുതലേ ഒരു പുസ്തകം എടുത്ത് തല കുഞ്ഞിരുന്ന് വായിക്കുകയായിരുന്നു. വായനയ്ക്കൊടുവിൽ ദിവസവും ധ്യാനിക്കാൻ മോഹനേട്ടൻ അങ്ങ് തീരുമാനിച്ചു. തീരുമാനം എടുത്തുപാടെ അത് നടപ്പിലാക്കുകയും ചെയ്തു. വക്കീലെ, ഈ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടുള്ള ധ്യാനം ഉണ്ടല്ലോ, വളരെയധികം സൂക്ഷിക്കണം. ആദ്യം ധ്യാനം 1 മണിക്കൂറായിരിക്കും. പിന്നെ ധ്യാനത്തിന്റെ ഒരു രസം പിടിച്ചു വരുമ്പോ അത് 1 മണിക്കൂറിൽ നിന്ന് 2 മണിക്കൂറാവും, 3 മണിക്കൂറാവും. പിന്നെ അത് തന്നെ ആയിരിക്കും മെയിൻ പണി. എനിക്കറിയാന്നുള്ളൊരു നാരായണൻകുട്ടി ഇങ്ങനെ ധ്യാനിച്ച് ഭക്തി മൂത്ത് പ്രാന്തായി പോയിട്ടുണ്ട്. മോഹനേട്ടൻ ഇനി പ്രത്യേകിച്ച് എന്ത് ഭ്രാന്ത് വരാനിരിക്കുന്നു? അത് അത്യാവശ്യത്തിനുണ്ടല്ലോ. അതെ, അതുപോലെ തന്നെയാണ് മറ്റു കുടുംബകാര്യങ്ങളും. കുടുംബം, ഭാര്യ, ഇവയിലൊന്നും ഒരു താല്പര്യവും ഇല്ലാതെ വരും. വക്കീലെ, ചെറിയ പ്രായമാണ്. ഒടുവിൽ മോഹനേട്ടൻ സാറ് സന്യാസിയായി പോയി കഴിഞ്ഞാ നഷ്ടം വക്കീലിന് തന്നെ ആയിരിക്കും. അത്രയ്ക്കൊന്നും എന്റെ വില്ലേജ് ഓഫീസർ പോവില്ല.
പോയാലും ഈ ധ്യാനമൊക്കെ പൊളിക്കാനാണോ പാട്? പണ്ട് വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്തപ്പോൾ അത് പൊളിക്കാനായി ദേവേന്ദ്രൻ മേനക അയച്ച കഥ അറിയാമോ ഉത്തമന്? നീ പിടിച്ചു തന്നു, പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. പക്ഷെ പറഞ്ഞു വരുമ്പോഴേ മോനയുടെ സാറ് ഈ പറഞ്ഞ വിശ്വാമിത്രനെക്കാളും കടും കട്ടിയാണ് ചില കാര്യത്തില്. ലോകത്തിലുള്ള ഒരുവിധപ്പെട്ട പ്രലോഭനങ്ങളിൽ ഒന്നും സാറ് വീഴുമല്ലോ. എന്തായാലും എനിക്കതൊരു സൗകര്യമായി. ദിവസവും രാവിലെ 1 മണിക്കൂർ നേരത്തെ വഴക്കുകൾ ഒഴിഞ്ഞു കിട്ടുമല്ലോ. ആ നേരത്തെ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യാം. 1 മണിക്കൂർ നിന്റെ മുഖം കാണാതിരിക്കാം എന്നൊരു സൗകര്യം കൂടി ഇതിലുണ്ട്. അയ്യോ, അപ്പൊ ധ്യാനം തുടങ്ങിയില്ലായിരുന്നു? ഉത്തമ, സാറേ നാളെ മുതൽ രാവിലെ 7-നും 8-നും ഇടയ്ക്ക് ഒരാവശ്യവും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. ധ്യാനത്തിന് ശല്യമുണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്താൽ എന്താവശ്യത്തിനാണോ ഉത്തമൻ വരുന്നത് ആ ആവശ്യം നടക്കുകയേയില്ല. നോക്ക്, നിന്നോട് കൂടിയാണ് പറഞ്ഞത്. ഇപ്പോ സമയം 7:35. ഇനി 8:35 മുമ്പ് നിന്റെ ശബ്ദം ഈ വീട്ടിൽ കേട്ടു പോകരുത്. മനസ്സിലായോ? നിന്റെ അപ്പൊ സംഗതി സീരിയസ് ആണല്ലേ? ഈശ്വര, പരമേശ്വരന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാണ് ഞാനിപ്പോ വന്നത്. അതിനിപ്പോ ഇപ്പൊ പറയും. പറഞ്ഞത് കേട്ടില്ലേ? ഇനിയെല്ലാം 8:35 കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി ഒരു ചായയും കുടിച്ച് 4 നാട്ടുവർത്താനം പറഞ്ഞിട്ട് തിരിച്ചിങ്ങ് പോരാ. ശരി, ഓക്കെയല്ലേ? ധ്യാനം നടക്കട്ടെ. യോ വീണ്ടും തുടങ്ങിയില്ല. എന്റെ ഈശ്വര, ഇത് എത്ര ദിവസം പോവോ എന്തോ. എന്തായാലും 1 മണിക്കൂർ പിന്നെ ആഫീസർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമെന്നാണ് എന്റെ സംശയം. നടക്കട്ടെ. കോളിംഗ് ബെല്ല് കേട്ടു, പക്ഷേ ധ്യാനത്തിന് വിഘ്നമില്ല. ഗുഡ്. നമസ്കാരം. ഞാൻ വില്ലേജ് ഓഫീസിന്റെ അടുത്ത്. മനസ്സിലായി. പൈസ കൊണ്ടുവന്നതാണല്ലേ? അതെ. ആ, തന്നിക്കോ. അല്ല, സാറിനെ ഒന്ന് കണ്ടാ നേരിട്ട് കൊടുക്കായിരുന്നു. അതിന്റെ ആവശ്യമില്ല. സാറ് ധ്യാനത്തിലാണ്. ഈ സമയത്ത് ശല്യപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യയാണല്ലേ? എന്തേ, കണ്ടിട്ട് തോന്നുന്നില്ലേ? അതുകൊണ്ടല്ല. ആ, കാശ് കൊണ്ടുവന്നാണെങ്കിൽ അത് തന്നിട്ട് പോയിക്കോളൂ. ആ. ദാ. 500 രൂപ? അതെ. ആ, അപ്പൊ ശരി. ശരി. ഇതാരും രാമൻകുട്ടിയാ? എന്താ രാമൻകുട്ടി രാവിലെ? മോഹനകൃഷ്ണ സാറിന്റെ വീട്ടിൽ വരെ. എന്താ കാര്യം? ഇന്നലെ ബാങ്കിൽ അടയ്ക്കാൻ കാശ് തികയാത്തോണ്ട് 1000 രൂപ മോഹനകൃഷ്ണ സാറിനോട് വായ്പ വാങ്ങി. അത് തിരിച്ചു കൊടുക്കണം. അതിന് സാർ ഓഫീസിലോട്ട് വരുമ്പോ നീ കാണൂലേ? അപ്പൊ കൊടുത്താ പോരെ? വെറുതെ ഈ നേരത്ത് വീട് വരെ നടക്കാന്ന് വെച്ച്. ഇന്ന് ഞാൻ കട തുറക്കുന്നില്ല. സാറിനെ കാണാൻ പറ്റില്ല. ധ്യാനത്തിന് ശല്യമുണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്താൽ എന്താവശ്യത്തിനാണോ ഉത്തമൻ വരുന്നത് ആ ആവശ്യം നടക്കുകയേയില്ല. നോക്ക്, നിന്നോട് കൂടിയാണ് പറഞ്ഞത്. ഇപ്പോ സമയം 7:35. ഇനി 8:35 മുമ്പ് നിന്റെ ശബ്ദം ഈ വീട്ടിൽ കേട്ടു പോകരുത്. മനസ്സിലായോ? രാമൻകുട്ടി, അവിടെ നില്ലേ. അതെ, ഇപ്പൊ നീ മോഹനേഷ് സാറിന്റെ വീട്ടിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ? 7:35 മുതൽ 8:35 വരെ സാറിന്റെ വീട്ടിൽ ചെല്ലാൻ പാടില്ല. അതെന്താ? അതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ രാമൻകുട്ടിക്ക് അത് മനസ്സിലാവൂല. പക്ഷെ എന്തായാലും നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അപ്പൊ ഈ കാശ് ഞാൻ മോഹനേഷ് സാറിന് ഒരു 9 മണിക്ക് കാണുന്നുണ്ട്. അപ്പൊ കൊടുത്തോളാം. ഇങ്ങോട്ട് രാവിലെ തന്നെ കൊടുക്കണേ ഉത്തമ. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ സഹായിക്കാൻ സാറേ ഉള്ളൂ. പറഞ്ഞ സമയത്ത് വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ സഹായം നിൽക്കും. അതൊക്കെ ഞാൻ കൊടുത്തോളാം. നീ ഒരു കാര്യം ചെയ്യ്, ധൈര്യമായിട്ടിരുന്നോ. ശരി. ആഹാ, ധ്യാനമൊക്കെ കഴിഞ്ഞോ? എന്തുപറ്റി നേരത്തെ നിർത്തിയോ? ഇല്ല,
കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞാണ് നിർത്തിയത്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വെറുതെ അല്ല ഭാമ. ധ്യാനം നമ്മുടെ മനസ്സിനെ കാര്യമായിട്ട് ഉന്മേഷപ്പെടുത്തും. ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത സന്തോഷമാണ് ഞാനിപ്പോ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ശ്ശോ, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സന്തോഷം കിട്ടിയ നിലയ്ക്ക് ഈ ധ്യാനവും മുന്നോട്ട് പോകുമ്പോ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്ന പാട്ട് പാടേണ്ടി വരുമോ? നിനക്കും വേണമെങ്കിൽ ഇത് അയ്യോ, ശീലിക്കാവുന്നതാണ്. എനിക്ക് വേണ്ടായേ. ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സന്തോഷമുണ്ട്. ഇനി ഈ സന്തോഷം കൂട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് താങ്ങാൻ പറ്റില്ല. ദാ, 500 രൂപ. എന്താ മോഹനേട്ടൻ പറഞ്ഞാല് കാശായിട്ട് വന്നിരുന്നു. രാമൻകുട്ടി 500 രൂപയല്ലോ, 1000 രൂപയല്ലേ തരാനുള്ളത്? എനിക്ക് 500 രൂപ തന്നുള്ളൂ. അത് ഇവിടുത്തെ ന്യായം. തരാനുള്ളത് എത്ര രൂപയാണെന്ന് മോഹനേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് കിട്ടിയത് വാങ്ങി. നിനക്ക് എന്നോട് ചോദിച്ചിട്ടായിരുന്നോ? എങ്ങനെ ചോദിക്കും? മോഹനേട്ടൻ ഭയങ്കര ധ്യാനത്തിലല്ലായിരുന്നു. 1000 രൂപ വാങ്ങിയിട്ട് 500 രൂപ തിരിച്ചു തന്നോ? വില്ലേജ് ഓഫീസിനടുത്ത് അയാളുടെ കടയിൽ നിന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ പോകുന്ന വഴി അയാളെ കണ്ട് ബാക്കി 500 രൂപ വാങ്ങിപ്പോരെ? എന്റെ മോഹനേട്ടാ, ആ 500 കാര്യം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? ധ്യാനിച്ച് കിട്ടിയ സന്തോഷം മുഴുവൻ കളയാനാപ്പ പരിപാടി. ശ്ശി, അത് കളയുന്നേ, ധ്യാനം വെറുതെ ആയി പോവില്ലേ? അയ്യോ, മണി 8:45. ഇനി ഇന്ന് ധ്യാനിക്കാനും നേരമില്ല. സാറിനെന്താണ് നേരത്തെ ഇറങ്ങിയ? ഞാൻ അങ്ങോട്ട് വരായിരുന്നു. ഞാൻ സമയത്ത് തന്നെയാണ്. സാറേ, ഇതാ ഒരു 1000 രൂപ ഉണ്ട് കേട്ടാ. 1000 രൂപയോ? എന്തിന്? വില്ലേജ് ഓഫീസിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാമൻകുട്ടി തന്നതാ. സാറിന് തരാനുണ്ടെന്ന് പറഞ്ഞു. രാമൻകുട്ടിയോ? അപ്പോ രാമൻകുട്ടി 500 രൂപ വീട്ടിൽ കൊണ്ട് കൊടുത്തതോ? രാമൻകുട്ടി കാശുമായിട്ട് വരുന്ന കണ്ടപ്പോ ഞാൻ അവനെ തടഞ്ഞു നിർത്തി. സാറ് ധ്യാനത്തിലാണെന്നുള്ള കാര്യം എനിക്കല്ലേ അറിയാവൂ. വെറുതെ രാമൻകുട്ടി അവിടെ വന്നിട്ടൊരു വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി കാശ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങി വെക്കുകയും ചെയ്തു. താന്റെ സാറേ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ വരട്ടെ സാറേ. പിന്നെ പരമേശ്വരന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വില്ലേജ് ഓഫീസിലോട്ട് വന്നോളാം. അതെന്താ? അപ്പൊ 2 രാമൻകുട്ടി ഉണ്ടോ? അപ്പൊ 500 രൂപ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്താണെന്നറിയോ? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുക്കാൻ 50 രൂപ കൈക്കൂലി ചോദിക്കുന്നത് തെറ്റാണോ കാഞ്ചന സാറേ? അപ്പോ ചന്ദ്രൻ തരില്ല. അവൻ പിയുടെ കൈക്കൂലി കൊടുക്കൂല, ആഫീസർക്കെ കൊടുക്കൂന്നു. കൊടുക്കട്ടെ. ഇന്ന് കാശുമായി മോഹനേഷ് സാറിന്റെ വീട്ടിലേക്ക് ചെല്ലും. അവൻ വിവരവും അറിയും. ശിശുപാലനോടാ കളി. എന്നാലും അത് കുറച്ച് അക്രമമായിപ്പോ ശിശുപാലൻ ചേട്ടാ. ചന്ദ്രൻ കൈക്കൂലിയായിട്ട് ചെന്ന മോഹനേഷ് സാർ അയാളെ പോലീസ് ഏൽപ്പിക്കുന്നുള്ളത് ഉറപ്പാ. ശിശുപാലൻ ചേട്ടനാ പറഞ്ഞു വിട്ടെന്ന് അയാൾ പറയുമെന്തോ. പറഞ്ഞ ശിശുപാലൻ ചേട്ടനെ വിവരം അറിയും. ഞാൻ പറയാം എനിക്കറിയില്ല അന്ന്. സാർ, ചന്ദ്ര, നിന്റെ കാര്യം പറയായിരുന്നു. നീ മോഹനേഷ് സാറിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോയി. കാശ് കൊടുക്കുകയും ചെയ്തു. കാശ് കൊടുത്തോ? ആർക്ക്? സാറിന്റെ ഭാര്യയാ വാങ്ങിയത്. എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോ അവര് ചോദിച്ചു വാങ്ങിച്ചു കളഞ്ഞു. വക്കീലോ? വക്കീലാണോ എന്നൊന്നും അറിയില്ല. സാറിന് കൊടുത്തോളാന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കൂല. കാശ് കൊടുത്ത ഞാനല്ലേ പറയുന്നത്. സാറിനെ കാണണമെന്ന് പറഞ്ഞപ്പോ സാറ് തിരക്കിലാണെന്ന് പറഞ്ഞ് അവര് കാശ് വാങ്ങിച്ചു. സത്യമാ സാറേ. ഓഹോ, അപ്പൊ അവിടെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. സാറ് കാശ് വാങ്ങില്ല, പകരം വക്കീല് വാങ്ങും. അത് കൊള്ളാലോ. അത് മോഹനേഷ് സാറിന്റെ ബുദ്ധി. നാട്ടുകാരുടെ മുന്നിൽ സാറ് മാന്യൻ. വാങ്ങാനുള്ള കാശ് വക്കീല് വാങ്ങും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നവരോടൊക്കെ ഇതിനു മുമ്പ് സാർ കാശ് വാങ്ങിക്കാണും. നമ്മളറിയില്ലല്ലോ. വക്കീല് വീട്ടിൽ കാശ് പിരിക്കാൻ ഇരിക്കല്ലേ. ഇത് ശരിയല്ലല്ലോ. സാറിങ്ങി വരട്ടെ. ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറയണം. അങ്ങനെ ഒറ്റയ്ക്ക് വിഴിഞ്ഞാ പോരല്ലോ. വാങ്ങുവാണെങ്കിൽ എല്ലാവരും വാങ്ങണം. അതെ തന്നെ, അങ്ങനെ തന്നെ വേണം. എന്തു വാങ്ങും? സ്വയം പ്രഭയോടാണ് ചോദിച്ചത്. എന്തു വാങ്ങുന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. സാറ് വലിയ മാന്യനാ. കൈക്കൂലി വാങ്ങില്ല, അഴിമതി നടത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് സാറിന് വേണ്ടിയിട്ട് സാറിന്റെ ഭാര്യ കൈക്കൂലി വാങ്ങുകയാണല്ലേ. ഇത് ഇവിടെ നടക്കില്ല സാർ. എന്റെ ഭാര്യ കൈക്കൂലി വാങ്ങുന്നു? ആരോട്?
ഈ നിൽക്കുന്ന ചന്ദ്രനോട് പൊസഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഈ ചന്ദ്രൻ സാറിന്റെ വീട്ടിൽ 500 രൂപ കൊണ്ടുവന്നു. വക്കീൽ അത് വാങ്ങുകയും ചെയ്തു. ഓഹോ, അപ്പൊ ഇയാളാണ് 500 രൂപയുമായി വീട്ടിൽ വന്നത് അല്ലേ? കണ്ടോ കണ്ടോ കണ്ടോ, അപ്പൊ കാശ് വാങ്ങിന്നുള്ളത് സത്യാണേ. കാശ് സാറിന്റെ ഭാര്യയുടെ കൈ കൊടുത്തിട്ടുണ്ട്. ഉവ്വ്, അത് കിട്ടി. ചന്ദ്രൻ ഒന്നീ വന്നേ. സാറേ, ഇവിടെ ഈ രഹസ്യ ഏർപ്പാട് നടക്കില്ല. വേണ്ട, കാഞ്ചനെ വന്നോളൂ. ചന്ദ്രൻ വരൂ. എന്താ പേര് പറഞ്ഞത്? ചന്ദ്രൻ. ചന്ദ്ര, വില്ലേജ് ഓഫീസർ രാവിലെ കുളിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്ന സമയം നോക്കി വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ വന്ന് വില്ലേജ് ഓഫീസറുടെ ഭാര്യയോട് സാറിന് കൊടുക്കാനുള്ള പൈസയാണ് ഇതങ്ങ് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ് ഒരു 500 രൂപ ഏൽപ്പിച്ചിട്ട് ഞാൻ വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് നാട്ടുകാരോട് പറയുന്നത് എവിടത്തെ മര്യാദയാണ്? ഇത് ചന്ദ്രൻ സത്യഭാമ ഏൽപ്പിച്ച 500 രൂപ. പിടിക്ക്, പിടിക്ക്, ഇങ്ങോട്ട് പറയുക. ഇനി നിങ്ങളോട്, ചായക്കട നടത്തുന്ന രാമൻകുട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു തരാൻ വന്നു എന്ന് കരുതിയാണ് സത്യഭാമ ആ കാശ് വാങ്ങിയത്. ഇത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇനി ചന്ദ്രനോട്, തന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിൽ അപേക്ഷ ഇവിടെ ഉണ്ട്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ചന്ദ്രൻ കുറച്ചധികം പ്രാവശ്യം ഈ പടി ചവിട്ടി ഇറങ്ങേണ്ടി വരും. കൈക്കൂലി കൊടുത്ത് മോഹനകൃഷ്ണനെ കൊണ്ട് ഒരു കാര്യം സാധിപ്പിക്കാമെന്ന് കരുതിയ നിമിഷം ആ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വടി കുത്തി പിരിഞ്ഞു. ഇനി ചന്ദ്രൻ എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങും. സാറേ, ഇറങ്ങാൻ ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങണം. ഇറങ്ങ, മേൽ ഈ കോമ്പൗണ്ട് കാണരുത്. പൊയ്ക്കോ. ശിശുപാല, കാഞ്ചനെ, സ്വയംപ്രഭേ, ഞാൻ കൈക്കൂലി വാങ്ങിയതിലുള്ള വിഷമമൊന്നുമല്ല നിങ്ങൾക്കെന്ന് എനിക്കറിയാം. ഞാൻ വാങ്ങുകയാണെങ്കിൽ ആ പേരിൽ നിങ്ങൾക്കും വാങ്ങാമല്ലോ എന്ന് കരുതി. പക്ഷേ ആ തോന്നൽ വേണ്ട. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലിയായിട്ട് ഒരു ചായയെങ്കിലും വാങ്ങിക്കുടിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ മോഹനകൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾ അറിയും. ആഹാ, രക്ഷപ്പെട്ടു എന്ന് കരുതിയത് വെറുതെ ആയിപ്പോയി. ഇയാൾ ഈ ജന്മത്ത് നന്നാവില്ല. ഈ ഭൂമി തിരിച്ചു ഇറങ്ങിയാലും നന്നാവില്ല. ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടുന്നു. ഏകാഗ്രത കിട്ടുമ്പോൾ സന്തോഷം കിട്ടുന്നു. സന്തോഷം കിട്ടുമ്പോൾ ജോലി ചെയ്യാനുള്ള ഊർജം കിട്ടുന്നു. കൂടുതൽ ഊർജം കിട്ടുമ്പോൾ ജോലിയിൽ നമ്മൾ സമർത്ഥരാകും. അതോടെ മേലധികാരികളും നാട്ടുകാരുമൊക്കെ നമ്മളെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു. ചുരുക്കി പറഞ്ഞ ഈ ധ്യാനത്തിലൂടെ നമ്മൾ നാട്ടിലെ വലിയ സംഭവം. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഇന്നലെ വരെ ഒരു ധ്യാനവും ഇല്ലാതെ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായിരുന്നു. മേലുദ്യോഗസ്ഥർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, സത്യസന്ധനായിരുന്നു. ഒരൊറ്റ ദിവസത്തെ ധ്യാനം കൊണ്ട് സൽപ്പരെല്ലാം പോയി. കള്ളനായി, കൈക്കൂലിക്കാരനായി. ഇതാണോ ധ്യാനം കൊണ്ട് ശരിക്കും ഉദ്ദേശിച്ചത്? എല്ലാറ്റിനും കാരണം നീയാ. നീ അല്ലേ ചന്ദ്രന്റെ കയ്യിൽ കാശ് വാങ്ങിയത്? കാശ് വാങ്ങിയത് ഞാനാണ്. പക്ഷേ എനിക്കത് ചന്ദ്രനാണെന്ന് അറിയില്ലായിരുന്നല്ലോ. എന്നോട് ഒരാൾ കാശ് കൊണ്ടുവരുന്നു പറഞ്ഞു, കാശ് കൊണ്ടുവന്നു, ഞാനത് വാങ്ങി. നിനക്ക് ആളറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കണമായിരുന്നു. അയ്യോ, എങ്ങനെ ചോദിക്കാനാണ്? മോഹനേട്ടൻ മഹാധ്യാനത്തിലല്ലായിരുന്നു. എന്നാലും ആകെ നാണക്കേടെ. എന്ത് നാണക്കേട്? അബദ്ധം പറ്റിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? പിന്നെ വില്ലേജ് ഓഫീസറുടെ ഷോ കുറച്ച് കൂടിപ്പോയെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പിന്നെ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞവൻ എന്ത് ചെയ്യും? സാരമില്ല, പോട്ടെ. ഇന്നത്തെ ധ്യാനം കൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. ഇനി എങ്ങനെയാണ്? നാളെ ഉണ്ടോ ധ്യാനം? ഇതാണൊന്നും വിടാത്തെ. നാളെ ധ്യാനം ഉണ്ടോന്ന്? ധ്യാനമൊക്കെ ഉണ്ട്. പക്ഷെ ആരെങ്കിലും വന്നാ എന്നെ വിളിച്ചോളണം. അപ്പൊ ധ്യാനം മുടങ്ങില്ലേ? ധ്യാനം മുടങ്ങിയാലും മാനം പോവില്ലല്ലോ. പറഞ്ഞു വരുമ്പോ ധ്യാനത്തെക്കാൾ വലുതാണല്ലോ മാനം.
ധ്യാനം കൊണ്ടുള്ള നേട്ടങ്ങളെപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് മോഹനകൃഷ്ണൻ ഉണ്ടായതുപോലൊരു നേട്ടം ആർക്കെങ്കിലും ഉണ്ടായതായി അറിവില്ല. കുഴപ്പം ധ്യാനത്തിന്റേതാണോ സത്യഭാമയുടേതാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാമെങ്കിലും കുഴപ്പമുണ്ടായി എന്ന് ഉറപ്പാണ്. കുഴപ്പം ഇത്ര കണ്ട് തീർന്ന നിലയ്ക്ക് ഈ കഥ അവസാനിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.